പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ കസ്റ്റഡി അപേക്ഷയിൽ വാദം തുടരുകയാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. അറസ്റ്റ് ചട്ടവിരുദ്ധമാണെന്നും രാഹുലിന്റെ അഭിഭാഷകർ വാദിക്കുന്നു. ഷിജോ കുര്യൻ തിരുവല്ലയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ഷിജോ, ഇപ്പോൾ ഈ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയിൽ വാദം കേൾക്കൽ തുടരുകയാണല്ലോ. എന്താണ് രാഹുലിന്റെ അഭിഭാഷകർ പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാഹുലിന്റെ ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷയെ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് പ്രതിഭാഗം ചെയ്യുന്നത്. ഒരു തരത്തിലും ജാമ്യം നൽകരുത്. നേരത്തെ തന്നെ കോടതി ഒരു 10 മിനിറ്റ് ഇടവേള എടുത്തിരുന്നു. ആ ഇടവേളയിൽ പ്രധാനമായിട്ടും പ്രതിഭാഗം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനുള്ള സമയം നൽകണം. അങ്ങനെ പ്രതിഭാഗത്തിന് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് മജിസ്ട്രേറ്റ് കേൾക്കുകയാണ്. അതിനകത്ത് പ്രതിഭാഗം പറയുന്നത് അറസ്റ്റ് പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാണ്. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ്. തന്നെ പലയിടങ്ങളിലും കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോലീസ് SIT ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം മജിസ്ട്രേറ്റ് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകൊടുക്കരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. രാഹുലിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഏതായാലും കോടതി നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ 2-3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി നൽകിയേക്കും. എന്തായാലും വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന യുവമോർച്ച പ്രവർത്തകർ ഒരു ട്രോഫിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് നമ്പർ 1 കോഴി എന്ന് എഴുതുന്നുണ്ട്. മറ്റ് പേപ്പറിനകത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തലവെച്ച ഒരു കോഴിയുടെ ചിത്രം അത് നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറുഭാഗത്ത് DYFIയും SFIയും സമാനമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ സമാധാനപരമാണ് കോടതി പരിസരമെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഈ കോടതി പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. കോടതി പരിസരത്ത് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം വലിയ ശ്രമകരമായിട്ട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കോടതിക്കകത്തേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിക്ക് പുറത്തും കോടതി പരിസരത്തുമെല്ലാം പ്രതിഷേധം തീർക്കാൻ വേണ്ടി DYFI SFI പ്രവർത്തകർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം വെച്ച കോഴിയുടെ ആ ഒരു പേപ്പർ കത്തിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോടതി പരിസരത്തിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു കാര്യം ഉറപ്പാണ്. രാഹുലിനെ കസ്റ്റഡിയിലേക്ക് വിടുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പുരോഗമിക്കുന്നു. അത് അവസാന ഘട്ടത്തിലാണ്. അറസ്റ്റ് നിയമവിരുദ്ധമാകുമ്പോൾ കസ്റ്റഡി ചോദ്യം വരുന്നില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. അറസ്റ്റ് നിയമവിരുദ്ധമാകുമ്പോൾ കസ്റ്റഡി വിടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. MLA കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയപ്രേരിതമായ കേസാണെന്ന് പ്രതിഭാഗം പറയുന്നു. കസ്റ്റഡി അപേക്ഷയെ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ്. അറസ്റ്റ് ചെയ്തപ്പോൾ 2 സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ചട്ടം പോലും പാലിച്ചില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നുണ്ട്. പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ രാത്രി 12:00 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ 2 സാക്ഷികൾ ഉണ്ടാകണമെന്നുള്ള ചട്ടം പോലും പാലിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ചട്ടവിരുദ്ധമാണ് ഈ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം കസ്റ്റഡി അപേക്ഷയെ എതിർക്കുന്നത്. കോടതിയിൽ ഇപ്പോൾ വാദം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഈ വാദം അവസാനിച്ച് എന്താണ് തീരുമാനമെന്ന് അറിയാൻ കഴിയും. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഇടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വലിയ തരത്തിലുള്ള തെളിവെടുപ്പ് SITക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ പോവുക പത്തനംതിട്ട AR ക്യാമ്പിലേക്കായിരിക്കും. AR ക്യാമ്പിൽ വെച്ച് SITയുടെ നേതൃത്വത്തിൽ രാഹുലിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്ന് തന്നെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക, സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക, ഇതാണ് SITക്ക് മുമ്പുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ കസ്റ്റഡി അപേക്ഷയിലാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ തന്നെ രാഹുലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതും ഇവിടുന്ന് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിലും അടക്കം വലിയ തരത്തിലുള്ള ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം DYFI SFI യുവമോർച്ച അടക്കമുള്ള പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇപ്പോൾ പലയിടങ്ങളിലായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോടതി പരിസരത്ത് കാണുന്നത്. യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. അതിന് പിറകിലായിട്ട് DYFI പ്രവർത്തകരുണ്ട്. അങ്ങനെ വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിലൂടെ വേണം രാഹുലിനുമായിട്ട് പോലീസ് സംഘത്തിനോട് പുറത്തേക്ക് പോകാനായിട്ട്. എന്തായാലും കോടതി നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തായാലും കോടതി നടപടികൾ പൂർത്തിയായാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് വിടാൻ തന്നെയായിരിക്കും സാധ്യത. എന്തായാലും വലിയ പ്രതിഷേധം കോടതിക്കകത്തും പുറത്തും തീർക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അതായത് കോടതിക്കകത്തും പുറത്തും വലിയ ബന്ദോബസ്ത് തീർക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കോടതിയുടെ അകത്തേക്ക് കയറി പോകുന്ന വാതിലിന് സമീപം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന പോലീസ് ബസ്സുണ്ട്. ആ ബസ്സിനകത്തേക്കായിരിക്കും രാഹുലിനെ കയറ്റുക. രാഹുലിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വഴിയടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കുകയാണ്. തുടരുക. എന്തായാലും ഇപ്പോൾ
കോടതിക്കകത്ത് വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ട് ഇരുപക്ഷവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അറസ്റ്റ് ചെയ്തപ്പോൾ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ചില്ല, ചട്ടവിരുദ്ധമായാണ് ഈ അറസ്റ്റ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ ചട്ടം ലംഘിച്ചാണ് ഈ പരാതി സ്വീകരിച്ചത്. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല, ഭരണഘടനാ അവകാശ ലംഘനമുണ്ടായി എന്നൊക്കെയാണ് രാഹുലിന് വേണ്ടി അഭിഭാഷകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.